കുടിയേറ്റക്കാർക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ലാംപെദൂസയെ സന്ദർശിച്ച് ലിയോ പാപ്പ. ഇറ്റലിയിലെ ദ്വീപായ ലാംപെദൂസയിലേക്ക് ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനത്തിന്റെ സ്മരണ പുതുക്കിക്കൊണ്ട് ലിയോ 14 പാപ്പ അജപാലന സന്ദർശനം നടത്തി. ജൂലൈ 4 മെഡിറ്ററേനിയൻ കടൽ കടക്കുന്ന കുടിയേറ്റക്കാർക്കുള്ള പ്രധാന പ്രവേശന കവാടമായ ഇറ്റലിയിലെ ലാംപെദൂസ ദ്വീപിലേക്കുള്ള സന്ദർശന വേളയിൽ രക്ഷാപ്രവർത്തനത്തിന്റെയും അതിജീവനത്തിന്റെയും യൂറോപ്യൻ മാനുഷിക സഹായത്തിന്റെയും ആഴത്തിലുള്ള പ്രതീകമായിട്ടുള്ള മോളോ ഫാവലോറ എന്ന കോൺക്രീറ്റ് ശില ആശീർവദിച്ചു. തന്റെ മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പയ്ക്ക് സമർപ്പിക്കപ്പെട്ടതാണ് ഈ ശില. ലാംപെദൂസയിൽ എത്തിച്ചേർന്ന പാപ്പയെ മേയർ ഡോക്ടർ ഫിലിപ്പോ മന്നിനോ ഔദ്യോഗികമായി സ്വാഗതം ചെയ്തു. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ജീവശക്തി. മൂല്യത്തെ തിരിച്ചറിയണമെന്ന് പാപ്പ. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ജീവശക്തിയെന്നും വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമെന്നും ലിയോ പാപ്പ. അമേരിക്കയിൽ നടന്നു വരികയായിരുന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ സമാപന പരിപാടിയിലേക്ക് നൽകിയ തന്റെ വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം ഓർമ്മിപ്പിച്ചത്. അമേരിക്കയുടെ 250-ാം സ്ഥാപക വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ദിവ്യകാരുണ്യ തീർത്ഥാടനം രാജ്യത്തിന്റെ ഐക്യത്തിനും നവീകരണത്തിനും ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചു. ദിവ്യകാരുണ്യനാഥനോടുള്ള സ്നേഹത്തിലും അടുപ്പത്തിലും ആഴപ്പെട്ട് വിശ്വാസ നവീകരണം നടത്താൻ പാപ്പ ആഹ്വാനം ചെയ്തു. KRLCC 47ാമത് ജനറൽ അസംബ്ലിക്ക് ഇടക്കൊച്ചിയിൽ തുടക്കമായി. കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിലിന്റെ 47ാമത് ജനറൽ അസംബ്ലി ജൂലൈ 10, 11, 12 തീയതികളിൽ ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടക്കുന്നു. ജൂബിലി നിറവിൽ നവീകരണവും മുന്നേറ്റവും എന്നതാണ് ഈ വർഷത്തെ അസംബ്ലിയുടെ മുഖ്യ പ്രമേയം. ജൂലൈ 10 രാവിലെ 9:30 പതാക ഉയർത്തലോടെ അസംബ്ലി നടപടികൾ ആരംഭിച്ചു. KRLCBC, KCBC, KRLCC പ്രസിഡന്റുമായ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് V. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി രൂപതാ മെത്രാൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. 3 ദിവസങ്ങളിലായി നടക്കുന്ന അസംബ്ലിയിൽ ലത്തീൻ സമുദായത്തിന്റെ ഭാവി നവീകരണത്തെയും മുന്നേറ്റങ്ങളെയും കുറിച്ചുള്ള വിപുലമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. യുവജനങ്ങൾ 5ാമത്തെ സുവിശേഷമാകണം. റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. യുവജനങ്ങൾ ആധുനിക ലോകത്തിന് 5ാമത്തെ സുവിശേഷമാകണമെന്ന് KCBC പ്രസിഡന്റ് മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ KCBCയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ KCYM-ന്റെ സംസ്ഥാന യുവജന ദിനാഘോഷം KCYM ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ കെയ്റോസ് 2026 ഇടുക്കി മുരിക്കാശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിച്ച യുവജന സംഗമത്തിന് KCBC യുവജന കമ്മീഷൻ ചെയർമാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണവും ഇടുക്കി രൂപത മുഖ്യ വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ മുഖ്യ പ്രഭാഷണവും നടത്തി. KCBC മീഡിയ കോൺക്ലേവ് 2026 ആലപ്പുഴയിൽ. KCBC മീഡിയ കമ്മീഷന്റെ നേതൃത്വത്തിൽ മീഡിയ കോൺക്ലേവ് 2026 ആലപ്പുഴയിൽ വെച്ച് ജൂലൈ 13 നടത്തപ്പെടുന്നു. CBCയുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് റായ് റാല വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറം രൂപതാ മെത്രാനും KCBC മീഡിയ കമ്മീഷന്റെ വൈസ് ചെയർമാനുമായ ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ അധ്യക്ഷത വഹിക്കും. വത്തിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഡിക്കാസ്ട്രിയുടെയും തിയോളജിക്കൽ ആൻഡ് പാസ്റ്റർ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡയറക്ടറുമായ ഡോക്ടർ നടാഷ ഗോവേക്കർ മുഖ്യ പ്രഭാഷണം നടത്തും. KCBC ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റെവറൻഡ് ഫാദർ തോമസ് തറയിലും CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റെവറൻഡ് ഡോക്ടർ മാത്യു കോയിക്കലും പ്രസംഗിക്കും. CBCയുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സെക്രട്ടറി ഡോക്ടർ ബിജു ആലപ്പാട് ആമുഖ പ്രഭാഷണവും KCBC മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സെബാസ്റ്റ്യൻ മിൽട്ടൺ പ്രതിനിധികളെ സ്വാഗതവും ചെയ്യും. കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്നുള്ള മീഡിയ ഡയറക്ടർമാർ കോൺക്ലേവിൽ പങ്കെടുക്കും. നാടക മത്സര രചനകൾ ക്ഷണിക്കുന്നു. KCBCയുടെ ആഭിമുഖ്യത്തിൽ 2026 സെപ്റ്റംബറിൽ നടത്തപ്പെടുന്ന 37ാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിലേക്ക് രചനകൾ ക്ഷണിക്കുന്നു. DTPയിൽ തയ്യാറാക്കിയ 4 പ്രതികളും രജിസ്ട്രേഷൻ ഫീസായി 500 രൂപയുടെ ഡ്രാഫ്റ്റോ പോസ്റ്റൽ ഓർഡറോ രചനകൾക്കൊപ്പം ഓഗസ്റ്റ് 10 മുൻപായി അയക്കേണ്ടതാണ്. രചനകളുടെ 3 കോപ്പികൾ തപാലിലോ നേരിട്ടോ നൽകാവുന്നതാണ്.